ഹേ ഗൈസ്, അഗൈൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ടെസ്റ്റ് റൈഡ് റിവ്യൂ ഒന്നുമല്ല. ഒരാൾ യൂസ് ചെയ്തൊരു വണ്ടി, നമ്മുടെ ബെൻലിയുടെ ലിയോൺസിനോ 500. നമ്മുടെ ഒരു ട്രിപ്പിന് വരുന്ന വണ്ടിയാണ്, നമുക്കറിയാവുന്ന വണ്ടിയാണ്, പേഴ്സണലി അറിയാവുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. വണ്ടി അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇന്നലെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ. ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്ററായിരുന്നു. ഞാൻ എന്ത് വിചാരിച്ചു, പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിൽ ഞാൻ ഇത് വിചാരിച്ച് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു പോസ്റ്ററാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പർ ബോഡി അപ്രൈറ്റും കാലിന് ചെറിയതായിട്ട് ബാക്കിലോട്ടൊരു മറക്കും, അത്രേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനത് റിവ്യൂവിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സിറ്റി റൈഡ് ഓറിയൻറ്റഡ് മാത്രമായിട്ടുള്ള ഒരു കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ബൈക്കാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൂർ ചെയ്യുന്നതിനും എനിക്ക് തോന്നുന്നു ഇത് വലിയ കുഴപ്പമില്ല. കാരണം ഓൾറെഡി ഞാൻ എൻ്റെ ഹിമാലയൻ ഓട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അതിൻ്റെ ആളാണ് ഫ്രണ്ട് എൻ്റെ വണ്ടിയും കൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ വണ്ടി ഞങ്ങളിവിടെ ഒരു 1000-600 കിലോമീറ്ററൊക്കെ ടൂർ ചെയ്യുന്നതിന് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. അപ്പോഴാണ് ഞാൻ നോക്കിയിട്ട് ഓക്കെ ഇത് ഞാൻ വിചാരിച്ച പോലൊരു വണ്ടി അല്ല എന്ന് എനിക്ക് തോന്നാനൊരു കാരണം അതായിരുന്നു. ഇപ്പോൾ ഇത് ഓട്ടിക്കുമ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കൂട്ടിലൂടെ മൊത്തം തരും, കാണുന്ന കണക്കേ അല്ല ഈ വണ്ടി. ആ സീറ്റിംഗ് പോസ്റ്റർ എനിക്ക് പക്ക പെർഫെക്റ്റ് ആണ്. ഞാൻ 173 ആണ്. പിന്നെ ഞാനിത് ആ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് വെച്ച് ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ടാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ നമ്മളെ ഒന്ന് ഓവർടേക്ക് ചെയ്യുമ്പം ഒരു ചെറിയ എന്താ പറയുക, ഫ്ലൈ ബൈയുടെ ഒരു ചെറിയ സൗണ്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇറ്റാതെ സ്വീറ്റ് സൗണ്ടാണ്. സാധാരണ നമ്മൾ ഇൻ്റർസെപ്റ്ററിൽ നിന്നും ഒക്കെ കേൾക്കുന്ന കണക്കതൊരു സാധാരണ ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിൻ്റെ സൗണ്ടേ അല്ല ഇതിനകത്തുനിന്ന് വരുന്നത്. ഇതൊരു കുറച്ചും കൂടെ ഗാംഭീര്യമുള്ള എന്താ പറയുക, നമ്മുടെ ഒരു ഇൻലൈൻ 4ൻ്റെ ഒക്കെ പോലത്തെ ഒരു സൗണ്ടാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു അടുത്തൂടെ പോകുമ്പോഴത്തേക്കുള്ള. പക്ഷെ നമ്മൾ എനിക്ക് നിർത്തിയിട്ട് ചെറുതായിട്ട് റബിയുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു സൗണ്ട് അല്ല കേൾക്കുന്നത്. പക്ഷെ ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. നിങ്ങൾക്കത് വീഡിയോയിൽ എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കുറച്ച് ഹാർഡറാണ്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസൊക്കെ അത്യാവശ്യം നന്നായ രീതിയിൽ അറിയുന്നുമുണ്ട്. ഓക്കെ, ഞങ്ങളെല്ലാവരും മീൻസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോകുന്ന വണ്ടികളെന്ന് പറയുമ്പോൾ എൻ്റെ ഹിമാലയൻ ഉണ്ട്, ഇൻ്റർസെപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു അഡ്വഞ്ചർ 390 ഉണ്ട്, പിന്നുള്ളത് ഇതാണ്. പിന്നെ ഇടയ്ക്ക് വരുന്നത് ഒരു ഇത് അപ്പാച്ചയാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിക്ക് ഹൈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നൊരു വണ്ടി ഇതാണ്, ലിയോൺസിനോ. ഓക്കെ, ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ നോക്കിയത് സിംഹം പോലത്തെ എന്നുള്ളൊരു മീനിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ മഡ് ഗാർഡിലായിട്ട് ഒരു ചെറിയ സിംഹത്തിൻ്റെ എംബ്ലമൊക്കെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ചിലർ പഴയ ബുള്ളറ്റിൻ്റെയൊക്കെ ഫ്രണ്ട് ഇങ്ങനത്തെ എംബ്ലംസ് ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇത് കമ്പനിക്കാർ തന്നെ കൊടുത്തു. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനത്. ഇത് സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് കിടക്കുന്നതിനൊന്നും വലിയ പാടില്ല. കാരണം ഏകദേശം ഇതിൻ്റെ 785 mm കണ്ടാണ് സീറ്റായിട്ട് വരുന്നത്. ഇത് ആർക്കും പ്ലാന്റഡ് ഫുഡ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഓണർ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പില്ലിയണയൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്ന ഒരു ബൈക്ക് വേണം എന്നുള്ള രീതി വെച്ചിട്ട് തന്നെയാണ്. കൊള്ളാം. ഞാൻ പവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പിന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് എടുത്തപ്പം വന്നത് ഇത് 2023 മോഡലാണ് കേട്ടോ. അപ്പം ഇത് ഓൺ റോഡ് പ്രൈസ് വന്നത് 7.3 ആണ്. പിന്നെ ഇതിനകത്ത് മേജറായിട്ട് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഇതിൻ്റെ ഓണർക്ക് തന്നെ പറയാനുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലിയനുണ്ട്, മഴയത്തൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിരിക്കുന്ന ആളുടെ മുതുകിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല, അത് ചെളി എന്തായാലും തെറിച്ചിരിക്കും. ഞാനത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് റെസ്റ്റ് ആയിരുന്നു. നമ്മുടെ പില്ലിൻ്റെ ഫുഡ് റെസ്റ്റ് പോലും സാറിന് നമ്മളൊരു അഡ്വഞ്ചർ ബൈക്കിനകത്ത് കാണുന്ന മൊത്തം സ്പൈക്സ് ആണ്.
സാറിന് ഒരു റോഡ്സ്റ്റർ ബൈക്കിനകത്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്, പക്ഷേ അവർ ഇതിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഭയങ്കര അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചല്ല. കാരണം ഒരു റോഡ്സ്റ്റർ ബൈക്കിനകത്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ അടുത്ത് ഇതിൻ്റെ മുതലാളി ഒരു ദിവസം ഒരു ഓട്ടിച്ച് നോക്കണം, വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പം, പക്ഷേ ഞാൻ വിചാരിച്ചില്ല വണ്ടി ഇങ്ങനെ ഇത്രയും റിഫൈൻഡ് ആയിരുന്നു. ഞാൻ ഇതൊരു പ്രാവശ്യം ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു വളരെ ചെറിയ ഡിസ്റ്റൻസിലോട്ട് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എനിക്ക് അന്നേരം ഈ എഞ്ചിൻ വലുതായിട്ട് എനിക്ക് താല്പര്യം തോന്നിയില്ല. പക്ഷേ ഈ ഒരു സെയിം എഞ്ചിനാണ് സത്യത്തിൽ ബെന്ലിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഏകദേശം കമ്പനി പൂട്ടാൻ പോയ അവസ്ഥയിൽ അവരുടെ ഈ 500cc എഞ്ചിൻ്റെ വണ്ടികളാണ് സത്യത്തിൽ ഇപ്പോൾ എല്ലാവരും എടുക്കുന്നത്. അവരുടെ ഒരു മെയിൻ വരുമാനം തന്നെ ഈ ഒരു എഞ്ചിനിൽ നിന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് നിങ്ങൾക്ക് നേരത്തേക്ക് മനസ്സിലാവും. നമ്മുടെ TRKയിലും എല്ലാം ഉപയോഗിക്കുന്നത് ഈ സെയിം എഞ്ചിൻ. ഈ വണ്ടിയുടെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഇതിന് പാർട്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. മീൻസ് കമ്പനിയിൽ നിന്ന് പാർട്സ് കിട്ടുന്നത് ഓൾറെഡി കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പുണ്ട്. കാരണം ബെന്ലിയുടെയാണ്, അവർക്ക് പാർട്സ് കിട്ടുന്ന കാര്യത്തിൽ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ തേർഡ് പാർട്ടി പാർട്സ് കിട്ടുന്നതിനാണെങ്കിൽ പോലും TRKക്ക് കിട്ടും, പക്ഷേ ഇതിന് കിട്ടാൻ പിന്നെയും പാടാണ്. ഇനി ആർക്ക് പറ്റുന്ന വണ്ടിയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, വല്ലപ്പോഴൊക്കെ ഒരു വീക്കെൻഡ് റൈഡിനകത്തൊക്കെ ഒത്തിരി ഡിസ്റ്റൻസിലോട്ട് തന്നെ പോകണമെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. എൻ്റെ ഹൈറ്റ് 173, എനിക്കിത് പക്കാ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർക്കും ഹൈറ്റ് ഒരു മേജർ ഫാക്ടർ ആയതുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു വണ്ടിയിലോട്ട് ലാസ്റ്റ് വന്നത്. പുള്ളിക്കാരൻ്റെ ഏകദേശം എല്ലാ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ആണ് ലാസ്റ്റ് ഈ വണ്ടിയിലോട്ട് എത്തിയത്. അപ്പം ഇത് പുള്ളിക്കാരൻ കൂളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് വെയിറ്റ് ഏകദേശം കർവ് വെയിറ്റ് വരുന്നത് ഏകദേശം 206 kgs ആണ്. പക്ഷേ ആ വെയിറ്റ് ഒന്നും അറിയാനില്ല കേട്ടോ. വണ്ടിയൊക്കെ ഞാൻ എൻ്റെ ഹിമാലയം ബാക്കിലോട്ട് എടുക്കുന്നതിനെ കൂളായിട്ട് പൊക്കി എടുക്കുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ടാങ്ക് റേഞ്ച് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നോക്കാം, എന്തായാലും വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ലിയോൺസിൻ്റെ വീഡിയോ കഴിഞ്ഞു. അത്യാവശ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും കണ്ടിരുന്നു. അതൊക്കെ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഈ വണ്ടി നമ്മളോട് ഇനിയുണ്ട്. നമുക്കിനി എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ശരി, അപ്പം അടുത്ത ആഴ്ച നമ്മുടെ പോണ്ടി റൈഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച കുറേ പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ദിസ് ഇസ് KL1D സൈനിങ് ഓഫ്. ബൈ.